ഈ ഗൾഫ് കൺട്രീസിൽ വെച്ച് നോക്കുവാണെങ്കിൽ ഇന്നലെ വരെ നല്ല പ്രശ്നമായിരുന്നു. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇടവിട്ടാണ്. ഇന്ന് ഇപ്പൊ ഇവര് അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ നാളെ ഒരു റെസ്റ്റ് കിട്ടും. അപ്പോഴും ഗൾഫ് രാജ്യങ്ങളിൽ ഏതാണ്ട് 1 കോടിയോളം ഇന്ത്യക്കാർ ആണ്. അതിൽ തന്നെ വലിയൊരു ശതമാനവും മലയാളികൾ ആണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഒപ്പം ഇറാനിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ആയിട്ടുള്ള ആളുകളുണ്ട്. ഏതാണ്ട് 10,000-ൽ താഴെ വിദ്യാർത്ഥികൾ ഇറാനിൽ പഠിക്കുന്നു എന്നാണ് കണക്കുകൾ പുറത്തു. ഓക്കെ, ഇറാനിൽ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടല്ലോ. ഇതിന്റെ കമന്റ് ബോക്സിൽ വന്ന ഒരു ഇതുണ്ട്, ഇറാനിലൊക്കെ ഇവന്മാർ പോയി പഠിക്കുകയാണെങ്കിൽ തീവ്രമായിരിക്കും പഠിക്കുന്നതെന്നൊക്കെ ഉള്ള രീതിയിലുള്ള സംസാരവും കാര്യങ്ങളൊക്കെ. ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യം, ഇത്രയും ഒരു സിറ്റുവേഷൻ നടക്കുമ്പോൾ എവിടോ ആയിക്കോട്ടെ, നമ്മുടെ മലയാളികളാണ് ഗൾഫ് കൺട്രീസിൽ കൂടുതലും, ഇതിന്റെ താഴെ വന്നിട്ട് ജാതിയും മതവും ഒക്കെ വെച്ച് സംസാരിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? അറിയാൻ വയ്യത്തോണ്ട് ചോദിക്കുക. കുറെ വിവരം കെട്ടവന്മാരൊക്കെ ഇതിന്റെ താഴെ വന്നിരുന്ന കമന്റ് കാണുമ്പോൾ നമുക്ക് ഞെട്ടിപ്പോവും. ഇത്രയും പ്രശ്നം നടക്കുമ്പോൾ, കാരണം നമ്മളിവിടെ കേരളത്തിൽ നിൽക്കുക, ഇവിടെ നിന്നിട്ട് നമുക്കൊന്നും അറിയത്തില്ലല്ലോ. അവിടെയൊക്കെ പോയി നിൽക്കുന്നവരുടെ ആദ്യ രീതിയൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ആദ്യമൊന്നും വലിയ സീനും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും 2 ദിവസം മുമ്പ് ഭയങ്കര പ്രശ്നമായിരുന്നു. ദുബായിലുള്ള നമുക്കറിയുന്ന ഒരു ചേച്ചിയായിട്ട് കോൺടാക്ട് ചെയ്തപ്പം ഭയങ്കര പ്രശ്നവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അവർക്ക് ഈ ഓരോ പാർട്സൊക്കെ വന്നിട്ട് അവിടെ ജനലടിക്കുക, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് അനുഭവിച്ചാലേ അറിയാൻ പറ്റും. ചുമ്മാതെ വന്നിട്ട് ഇങ്ങനെ ഓരോരുത്തന്മാർ വന്നിട്ട് ഓരോ കാര്യങ്ങൾ അങ്ങ് തട്ടി അങ്ങ് വിടും. മ്യൂസിക് അങ്ങ് എരിവും പുളിയൊക്കെ കയറ്റി വിടുകയൊക്കെ ചെയ്യും, ആൾക്കാരെ ഭീതിപ്പെടുത്താൻ വേണ്ടി. പിന്നെ അത് മാത്രമല്ല, ഇതുപോലുള്ള കുത്തിത്തിരിപ്പ് കമൻറ്റും കാര്യങ്ങളും ഒക്കെ. പിന്നെ അത് മാത്രമല്ല, അവിടെയുള്ള കുറച്ച് ആൾക്കാരുടെ വോയിസും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് വെച്ച് തരാം. അവരുടെ അനുഭവങ്ങൾ അവർ പറയുന്നുമുണ്ട്. എന്തായാലും നമുക്ക് ന്യൂസ് ബാക്കിയൊന്ന് കേൾക്കാം. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നിങ്ങളാരും ചെയ്യുന്നില്ല. എന്തുകൊണ്ട് യൂട്യൂബേഴ്സ് ആരും ഈ കാര്യങ്ങളൊന്നും എടുത്ത് ചെയ്യുന്നില്ല? നീയൊക്കെ കുറേ രേണുസുതി അതും ഇതുമൊക്കെ പിടിച്ചുകൊണ്ട് പോവുകയാണെന്നൊക്കെ പറയുമല്ലോ. നമ്മളിതൊക്കെ ചെയ്യുമ്പോൾ കാണാൻ ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾ നോക്ക്, കഴിഞ്ഞൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒറ്റ മനുഷ്യരത് കണ്ടിട്ടില്ല. കാണുന്നവർ കാണുക, ഞാൻ അത്രേ പറയുന്നുള്ളൂ. എന്തായാലും നമ്മുടെ കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുക. അത്ര ടെൻഷൻ അടിക്കേണ്ട ദയവ് ചെയ്തിട്ട് ആരും. ഈ ന്യൂസ് കാണുന്ന പോലെ അത്ര വലിയ ടെൻഷനോ കാര്യങ്ങളൊന്നും അടിക്കുമൊന്നും വേണ്ട. ഓക്കെ, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും ഒന്ന് സബ് ചെയ്തേക്കുക, അഭിപ്രായം കമന്റ് ബോക്സിൽ കൊടുത്തേക്കുക. എന്തായാലും വീഡിയോ ഫുള്ള് കാണുക, പരമാവധി ഷെയർ ചെയ്യുക. നേരത്തെ തന്നെ ഇറാനിലെ ഇന്ത്യൻ പൗരന്മാരോട് രാജ്യത്തേക്ക് മടങ്ങിയെത്തണം എന്ന് ഇന്ത്യ നിർദ്ദേശം നൽകിയതാണ്. യുദ്ധ സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ടായിരുന്നു ഈ നിർദ്ദേശം. പക്ഷേ ഈ കുട്ടികൾ വരാൻ തയ്യാറായിരുന്നില്ല എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇപ്പോൾ ടെഹ്റാൻ, ഖോ എന്നിങ്ങനെ ഉള്ള ഇറാനിലെ നഗരങ്ങളിൽ ആണ് ഏതാണ്ട് 10,000-ഓളം ഇന്ത്യൻ വിദ്യാർത്ഥികൾ കുടുങ്ങിക്കിടക്കുന്നത്. ഈ വിദ്യാർത്ഥികളിൽ അധികവും ജമ്മു കാശ്മീരിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ്. പക്ഷേ അവരോട് പലപ്പോഴായി ഇന്ത്യയിലേക്ക് തിരികെ എത്തണമെന്ന് കേന്ദ്ര സർക്കാർ നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അതിന് മടങ്ങി വരാൻ അവർ തയ്യാറായിരുന്നില്ല. ഇപ്പോഴിതാ അവരെ തിരികെ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളിലേക്ക് പോകുന്നു ഇന്ത്യ എന്നുള്ളതാണ്. ഒരു പക്ഷേ യുക്രൈൻ യുദ്ധം നമുക്ക് ഓർമ്മയുണ്ടാകും. റഷ്യയും യുക്രൈനും തമ്മിൽ യുദ്ധമുണ്ടായപ്പോൾ ഏതാണ്ട് 20,000-ലധികം വിദ്യാർത്ഥികളെയാണ് പ്രത്യേക വിമാന സർവീസിലൂടെയും മറ്റുമൊക്കെ ഇന്ത്യയിലേക്ക് തിരികെ. ദുബായ് എയർപോർട്ടും കാര്യങ്ങളൊക്കെ അടച്ചു. ദുബായ് ഇപ്പൊ അടച്ചെന്നുള്ള ന്യൂസും കാര്യങ്ങളും വന്നത് 4 പൊട്ടിയെന്ന് പറയുന്നത്. ഇന്നലെ 4 അവിടെ 4 പൊട്ടിയിട്ടുണ്ട്. ഇപ്പൊ ദുബായ് എയർപോർട്ട് അടച്ചെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇറാനിൽ നിന്ന് ഇന്ത്യയിലോട്ട് വരുവാണെങ്കിൽ കൂടുതലും ഇറാൻ ടു ദുബായ് ടു അങ്ങനെയാണ് കൂടുതലും ഇത്. അപ്പം ഞാൻ ആലോചിക്കുന്നതെന്ന് വെച്ചാൽ അതിനി നടക്കുമെന്ന്. അപ്പം ചാൻസ് കുറവായിരിക്കും. ചിലപ്പോൾ ഇച്ചിരി കൂടെ നീട്ടാനായിരിക്കും കൂടുതൽ ചാൻസ്. എത്തിച്ചത്. അതേസമയം ഇസ്രായേലിൽ സമാനമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇസ്രായേലും ഹമാസും തമ്മിൽ പോരാട്ടം ആരംഭിച്ചപ്പോൾ ഇസ്രായേലിൽ നിന്ന് ആളുകളെ ഇന്ത്യയിലേക്ക് എത്തിക്കുവാനുള്ള നീക്കം നടത്തി. പക്ഷേ ആ സമയത്ത് അധികം ആളുകൾ താല്പര്യം. ഈ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ ഹെൽപ്പ് ലൈനുകൾ ആരംഭിച്ചിട്ടുണ്ട്. ദോഹയിലെ ഇന്ത്യൻ എംബസിയും അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ജീവന് ഭീഷണിയാകുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അത് അറിയിക്കണം എന്നുള്ളതാണ്. പ്രിയ പ്രേക്ഷകരെ, ഇക്കാര്യം ഞാൻ പങ്കുവെക്കുന്ന ഘട്ടത്തിൽ തന്നെ ഇതാ ആക്രമണം ഇറാൻ കടുപ്പിച്ചിരിക്കുന്നു എന്നതാണ്, തിരിച്ചടി കടുപ്പിച്ചിരിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇറാന്റെ ആയുധ ശേഖരത്തെ സംബന്ധിച്ചിടത്തോളം ലോകരാജ്യങ്ങൾക്കൊന്നും തന്നെ ധാരണയില്ല എന്നതും എടുത്തു പറയേണ്ടതാണ്. പക്ഷെ ചില കണക്ക് കൂട്ടലുകളുണ്ട്. രഹസ്യാന്വേഷണ പ്രത്യേകിച്ച് ഇസ്രായേൽ. ഞാൻ ഇറാനിൽ നിന്നൊരു വ്യക്തിയാണ്. ഞാൻ അവിടെ ജോലി ചെയ്തത്. ഞാൻ ഷിപ്പിലായിരുന്നു ജോലി ചെയ്യുകയൊക്കെ ചെയ്തത്. അവിടുത്തെ അവന്മാരെന്ന് പറഞ്ഞാൽ വിവരം കെട്ടവെന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം വിവരം കെട്ടതാണ്. പക്ഷെ എല്ലാം ചെയ്യും. പക്ഷെ എന്താ പറഞ്ഞ തല ഉപയോഗിച്ചല്ല ചെയ്യുന്നത് മാത്രം. പറഞ്ഞാൽ മനസ്സിലായി. എല്ലാം ചുമ്മാ വലിച്ചെറിയുക എന്ന് പറയത്തില്ല, ഒരു സാധനം കൈ കിട്ടിയല്ല. അല്ലെങ്കിൽ ലക്ഷ്യം വെച്ച് ചെയ്യേണ്ട ആ ഒരു ഇതില്ല ഉമ്മാർക്ക്, ആ ഒരു ഇതേ ഇല്ല. ഞാൻ നിന്നൊരു ഭാഗം ബൂഷിയാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ ഷിപ്പാണ്. ആ ഏരിയയിലെല്ലാം വിവരം കെട്ട ടീംസായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ കുറച്ച് ആൾക്കാരുണ്ട് അത്യാവശ്യം മനുഷ്യത്തോളം. അത് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ മാത്രമേ ഉള്ളൂ. നമ്മൾ ഇന്ന് ആ ഒരു ബോട്ട് എന്ന് പറഞ്ഞാൽ എല്ലാം ജാതി മതമൊക്കെ വെച്ച് ആ ഒരു രീതി കാണുന്നത്. ഇപ്പം ഇന്ത്യ ഇവർക്ക് അഭയം കൊടുത്തെന്ന് പറയുന്നു. കൊച്ചിയില പറയുന്നതെല്ലാം കൊടുത്തു. നമ്മളിപ്പോൾ അവിടെ ചെന്നിട്ടായിരുന്നെങ്കിലോ വലിയൊരു മനുഷ്യത്വമൊന്നും കാണിക്കുന്ന ജനങ്ങളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ അവിടെ എപ്പോൾ നോക്കിയാലും പോലീസാണെങ്കിലും അവിടുത്തെ ജനങ്ങളാണെങ്കിലും പോലും അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും ഫൈറ്റാണ്.
ഭയങ്കര ഫൈറ്റാണ് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറഞ്ഞാൽ. അതെന്നൊക്കെ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറഞ്ഞാൽ ഗണ്ണൊക്കെ എടുത്ത് വെച്ച് കാണിക്കുന്ന ഓരോ കാര്യങ്ങളൊക്കെ കാണണം. അത് ആൾക്കാരാണെങ്കിൽ പോലും മനുഷ്യത്വമേ ഇല്ല. ഞാൻ അവിടെ നിന്ന സമയത്ത് അവിടുത്തെ ക്യാപ്റ്റൻ്റെ മോന എനിക്ക് കുറച്ച് വീഡിയോസൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ തന്നെ ഷോക്കായിപ്പോയി. ഒരു മനുഷ്യത്വം ഇല്ലാത്ത കുറേ ആൾക്കാർ. അവർ പറയുന്നത് ഞങ്ങളിവിടെ എങ്ങനെ ജീവിക്കുന്നത് ഞങ്ങൾക്ക് പോലും അറിയത്തില്ല എന്നുള്ള രീതിയിലാണ്. ഓക്കെ, എന്തായാലും ഇന്ത്യയുടെ വില എങ്ങനെയെങ്കിലുമൊക്കെ മനസ്സിലാക്കട്ടെ ഇവന്മാർ. ഇസ്രായേലിന്റെ ഏറ്റവും അതിശക്തമായ രഹസ്യാന്വേഷണ ഏജൻസിയാണ് മൊസാദ്. ആ മൊസാദിന് ഇറാന്റെ ആയുധ ശേഖരത്തെ സംബന്ധിച്ചൊക്കെ ചില കണക്കുകൂട്ടലുകളുണ്ട്. അതിന്റെ ഓക്കെ ഇത് കൂടുതൽ ഞാൻ സംസാരിച്ച് ഇതാക്കുന്നില്ല. ഞാൻ എന്തായാലും ആ ഓയിസും കാര്യങ്ങളൊക്കെ വെച്ച് തരാം. ഓരോ രാജ്യത്തും നയിച്ച ഓയിസും കാര്യങ്ങളുമാണ്. ദുബായിൽ നിന്ന് തന്നെ തുടങ്ങാം നമുക്ക്. പിന്നെ കുവൈറ്റുണ്ട്. വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമുക്ക് ഇതിന്റെ ഒച്ച നല്ലപോലെ കേൾക്കാം. നല്ലപോലെ നമുക്ക് വ്യക്തമായിട്ട് സൗണ്ട് കേൾക്കും. ഇന്ന് വെളുപ്പിന് 3 മണിയൊക്കെ ആയപ്പോഴത്തേന് ഭയങ്കര നടക്കുന്ന പോലുള്ള ഒച്ചയും. എനിക്ക് ഞങ്ങളുടെ എന്റെ റൂമിന്റെ ജനലും വാതിലും എല്ലാം നല്ലപോലെ കിടന്നു കുലുങ്ങിയായിരുന്നു 3 മണിക്ക്. പിന്നെ സൈബർ എല്ലാം കഴിഞ്ഞ് പിന്നെ ഒരു 4:30 ആയപ്പോഴത്തേനും എല്ലാം ഇതുപോലെ എന്റെ ജനലെല്ലാം കിടന്ന് കുലുങ്ങുന്നുണ്ടായിരുന്നു. നല്ലപോലെ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് എങ്ങനെയുണ്ട്? നിങ്ങൾ ഏത് ഭാഗത്തായിട്ടാ? എവിടെ സ്ഥലം എവിടെയാ? എങ്ങനെയുണ്ട്? സൈഡിന് ഒരു 3-4 നിങ്ങൾ സിറ്റി സൈഡല്ലേ? ഞാൻ സിറ്റി സൈഡല്ല. ഇക്കടെ സൈഡിന് ഒരു 3-4 പ്രാവശ്യം ഇങ്ങനെ അടിക്കുന്ന വെച്ച് കേട്ട് പൊട്ടുന്ന 3 മണിയൊക്കെ ആയപ്പോഴാണ് അവിടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വെളുപ്പിനെ. ഇപ്പം തന്നെ അവിടെ ആംബുലൻസിൻ്റെ ഒക്കെ സൗണ്ടും കാര്യങ്ങളും ഒക്കെ കേൾക്കുന്നുണ്ടല്ലോ, സൈറത്തിൻ്റെ ഒക്കെ കേൾക്കുന്നുണ്ടല്ലോ നിങ്ങൾ. അപ്പോഴും ഇച്ചിരി പ്രശ്നമുണ്ട്, അതൊന്ന് മനസ്സിലാക്കാം. നമുക്ക് ചെയ്യാൻ പറ്റും. അവിടെ പ്രശ്നമൊന്നും ഇല്ലല്ലേ? അവിടെ ഈ പറഞ്ഞ പോലെ സേവായിട്ടിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എനിക്കൊരു വോയിസ് അയച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഞാൻ നിങ്ങൾക്കൊന്ന് വെച്ച് തരാം. ഗൾഫ് കൺട്രീസിൽ വെച്ച് നോക്കുവാണെങ്കിൽ ഇന്നലെ വരെ നല്ല പ്രശ്നമായിരുന്നു. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇടവിട്ടാണ്. ഇന്ന് ഇപ്പൊ ഇവര് അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ നാളെ ഒരു റെസ്റ്റ് കിട്ടും. പിന്നെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കുഴിമണൽ വാരി എറിയുന്ന പോലെയാണ് മിസൈൽ തുരുതുരാന്ന് വരുന്നത്. അപ്പം എന്തൊക്കെയാണെങ്കിലും അമേരിക്ക നന്നായിട്ട് ഇത് പ്രതിരോധിക്കുന്നുണ്ട്. അവര് നമുക്ക് അഭിനന്ദിക്കാതിരിക്കാൻ ഒരു നിവൃത്തിയില്ല. കാരണം അത്രയധികം നന്നായിട്ട് പരിപാടിയിൽ ഓടുന്നുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആകാശത്ത് വെച്ച് തന്നെ ഇത് ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. ഇത് അന്നേരം തന്നെ പൊട്ടിച്ചു വിടുന്നുണ്ട്. പിന്നെ അപകടം എങ്ങനെയാ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പൊട്ടിച്ചു കളയുമ്പോഴത്തേക്ക് അതിന്റെ അവശിഷ്ടങ്ങൾ വന്ന് ജനാലയിലെ വെല്ലും അടിച്ച് അങ്ങനെ ഒരു ഇതാണ് വരുന്നത്. അതിന്റെ അവശിഷ്ടങ്ങൾ തെറിച്ചാണ് അപകടങ്ങൾ കൂടുതലും ഉണ്ടാകുന്നത്. പിന്നെ ആവശ്യമില്ലാതെ പുറത്തിറങ്ങരുത്. ഞാൻ പറഞ്ഞില്ലേ, പക്ഷെ ഇപ്പോഴും ഡ്യൂട്ടിക്ക് പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഈ പറഞ്ഞ വ്യക്തി തന്നെ ഡ്യൂട്ടിക്കും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്, ഈ പറഞ്ഞ വ്യക്തി തന്നെ. പിന്നെ അത് മാത്രമല്ല, ഈ പൊട്ടിത്തെറിക്കുമ്പോൾ ഉള്ള ഈ പാർട്സ് ഒക്കെ വന്നിട്ട് ഈ ജനല അടിക്കുക. അപ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ നിൽക്കുകയാണെങ്കിൽ ചില്ല് കൊള്ളുക. അവിടെ തന്നെ 3-4 ആൾക്കാർ പോയി, അവരുടെ ജീവൻ പോയി. എന്നിട്ട് അവർ ന്യൂസിൽ കൊടുക്കുന്ന ഒരാളുടെ കാര്യം മാത്രമേ കൊടുക്കുന്നുള്ളൂ, ഒരാളുടെ കാര്യം മാത്രം. അതും എന്താ പറയുക, ദാരുണ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ എൻ്റെ പൊന്നോ താഴോട്ട് പതിഞ്ഞുള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി. പരമാവധി ഇതൊക്കെ നിർത്താൻ നോക്കുക. അല്ല നമുക്ക് ഇവിടെ ഇരുന്ന് ഇങ്ങനെ പറയാനേ പറ്റത്തുള്ളൂ. പിന്നെ പരമാവധി എന്താ പറയണ്ടേ, ഈ ടെൻഷൻ അടിക്കാതിരിക്കുക. ഈ നാട്ടിലുള്ള അമ്മമാരോടൊക്കെ എനിക്കൊരു കാര്യം പറയാം, നിങ്ങൾ ടെൻഷൻ അടിക്കാതിരിക്കുക. പ്രത്യേകിച്ച് കുഴപ്പങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല, എല്ലാവരും സേഫൊക്കെ തന്നെയാണ്. അവരവരുടെ കാര്യങ്ങൾ നോക്കി അങ്ങ് വീട്ടിലങ്ങ് ഇരുന്നാൽ മാത്രം മതി. അല്ലാതെ വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. സേഫ് ആയിട്ട് ഇരിക്കുക. പിന്നെ സൈറൻ അതുപോലെ തന്നെ മുഴങ്ങുന്നുണ്ട് കണ്ടിന്യൂസ്. അപ്പം ഇന്നലെയൊക്കെ ആണെങ്കിൽ കണ്ടിന്യൂസ് സൈറൻ ആയിരുന്നു. അപ്പൊ കണ്ടിന്യൂസ് സൈറൻ ഉള്ളപ്പോൾ നമ്മൾ അത്രയധികം അലർട്ടും സേഫും ആയിട്ട് ഇരിക്കണം. പിന്നെ പറ്റുമെങ്കിൽ ബംഗറിലോട്ടൊക്കെ മാറാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആവശ്യമില്ലാതെ പുറത്തിറങ്ങല്ല. അങ്ങനെ സർക്കാരിന്റെ കർശനമായിട്ടുള്ള നിർദ്ദേശങ്ങളുണ്ട്, അത് പാലിച്ചാൽ മതി. പിന്നെ രാത്രിയിലുള്ള ആക്രമണത്തിലാണ് ഇവിടെ മരണമൊക്കെ സംഭവിച്ചിട്ടുള്ളത്. അതായത് ഉറങ്ങിക്കിടക്കുമല്ലേ, അപ്പം ഇത് സംഭവം പൊട്ടിച്ചു കളഞ്ഞപ്പോഴത്തേക്ക് അതിന്റെ അവശിഷ്ടം വന്ന് ജനാല വഴി അടിച്ചു കയറി. അങ്ങനെയാണ് കുഞ്ഞുങ്ങളൊക്കെ മരിക്കുകയുണ്ടായിട്ടുള്ളത്. അപ്പം ഇതെന്ന് വെച്ചാൽ മാക്സിമം അവര് ആകാശത്ത് വെച്ച് തന്നെ പൊട്ടിച്ചു വിടുന്നുണ്ട്. പിന്നെ ഇതൊരു ഇങ്ങനെ ഒരു എന്താ പറയുന്ന ഒരു ഇതില്ലാതെ അവിടെ കറക്റ്റ് ആയിട്ടുള്ള ഒരു
ഒരു എയിമില്ലാണ്ട് ചുമ്മാ വാരി വിതറി എറിയുന്ന പോലെയാണ് ഇവിടെ മിസൈല് വരുന്നത്. കാരണം ഇപ്പം നമ്മളത് നോർമലാക്കി. നമുക്ക് എന്താ സൗണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കിണറൊക്കെ തമ്മിരി വെച്ച് പൊട്ടിക്കുന്ന കൂട്ട് അവിടെ എല്ലാം സൗണ്ടായി. ഇപ്പം ശരിക്കും പറയണ നമ്മൾ അതെല്ലാം നോർമലൈസ് ആയി. ഇപ്പം അതൊന്നും വലിയ സംഭവം അല്ലാണ്ടായിട്ടുണ്ട്. നീ എന്താടി പാറമടയെ വല്ലതും ആണോ നിൽക്കുന്നത്? ഞാൻ അറിയാൻ വയ്യത്തോണ്ട് നോക്കിയോ നോർമലായെന്ന്. നമ്മള് സാധാരണ പോലെയൊക്കെ തന്നെ അങ്ങ് ജീവിച്ചു പോകുന്നു. പിന്നെ ഭയമുണ്ട്, തീർച്ചയായിട്ടും നമുക്ക് ഭയമുണ്ട്, ഭയമില്ലാതിരിക്കത്തില്ലല്ലോ. പിന്നെ നമുക്കൊരു വിശ്വാസം, നമ്മുടെ അന്നം തരുന്ന നാട് നമ്മളെ ചതിക്കത്തില്ല എന്നുള്ളൊരു വിശ്വാസം അങ്ങനെയുണ്ട്. പിന്നെ എന്താണ്, എയർഫോഴ്സ് നന്നായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. പരിക്കുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. 10-35 പേരോളം ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ മന്ത്രാലയം പുറത്തു വിടുന്ന വിവരങ്ങൾ മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. പിന്നെ ഇവിടെ ഒരു കാരണവശാലും ഈ സംഭവങ്ങൾ ഷൂട്ട് ചെയ്യരുത്, കർശന നിർദ്ദേശമുണ്ട്. വാട്സപ്പ് അവർ ഓഡിറ്റ് ചെയ്യുന്നുണ്ട്. വാട്സപ്പ് വഴി ഒന്നും ഇത് ഒരിക്കലും ലീക്കാക്കാൻ പാടില്ല. അങ്ങനെ ഷൂട്ട് ചെയ്യുന്നവരെ കുറെ പേര് ഇവിടെയൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഷൂട്ട് ചെയ്ത് സോഷ്യൽ മീഡിയ ഇടുക അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഇട്ടാൽ പോലും അവരെ അറസ്റ്റ് ചെയ്യുന്നതുണ്ട്. പിന്നെ ഇങ്ങനെയൊക്കെ പോകുന്ന കാര്യങ്ങള് എല്ലാവരും പ്രാർത്ഥിക്കുക. നിലവില് ഇന്ത്യക്കാരെല്ലാം സേഫ് ആണ്. നിലവിൽ ഇന്ത്യക്കാർക്ക് ഒരു അപകടം പറ്റിയതായിട്ട് ഒരു അറിവും കിട്ടിയിട്ടില്ല. ഇന്ത്യക്കാർക്ക് ഒരു കുഴപ്പമില്ലെന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. നിലവിൽ എല്ലാവരും അത്യാവശ്യം സേഫും കാര്യങ്ങളൊക്കെയാണ്. പരമാവധി പുറത്തിറങ്ങാതിരിക്കുക. പിന്നെ അറിയാലോ, പെണ്ണുങ്ങൾക്കൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇതുപോലുള്ള സൗണ്ടും കാര്യങ്ങളൊക്കെ. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ അങ്ങോട്ട് പോയി നിന്ന് താമസിക്കുന്നവർക്കൊക്കെ. അപ്പോൾ എന്നോടും പറഞ്ഞിട്ട് അതിന് അത്യാവശ്യം എന്താ ഈ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ നല്ല പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. നിങ്ങളുടെ അപ്പുറത്തടാ പൊട്ടി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉണ്ടാകുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഓരോ വ്യക്തികളെ വിളിച്ച് കോൺടാക്ട് ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും ഇപ്പോൾ 7-8 പേരുണ്ട് സംസാരിക്കുന്ന പുറത്തുള്ളവർ. അവരോടൊക്കെ പറയുമ്പം അവരും പറയുന്നത് ഈ വിഷയങ്ങൾ പരമാവധി നീ ചെയ്യേണ്ടതായിരുന്നു. പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെന്താ, നമ്മുടെ ടെൻഷൻ കൊണ്ട് നമ്മുടെ വായിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വീണ് പോകുന്നതെന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, എന്നുവെച്ചാൽ ആടാ ഇങ്ങനെയാണ് അങ്ങനെയാണ് പറയുമ്പോൾ ഉള്ളൊരിതുണ്ടല്ലോ അത്. ഓക്കെ, നാട്ടിലുള്ള അമ്മമാരാരും പേടിക്കൊന്നും വേണ്ട. എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ ദൈവം കാക്കും. ഓക്കെ, ബൈ, ലവ് യു ഓൾ ഗൈസ്. എന്തെങ്കിലും അപ്ഡേറ്റോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരുന്നതായിരിക്കും. ഈ വിഷയത്തിനെ കുറിച്ച് എന്തായാലും ഞാൻ ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായം കൂടെ പറഞ്ഞാൽ മതി.